അമ്മ സുജ പൊന്നോമനയുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. 4 മാസം മുമ്പ് കടൽ കടന്ന് ഈ നാട് വിടുമ്പോൾ അമ്മ സുജയുടെ മുന്നിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകണം, അവർക്ക് നല്ല ആഹാരം കൊടുക്കണം, അടച്ചുറപ്പുള്ളൊരു വീട് വേണം. എല്ലാവരുടെയും പ്രതീക്ഷയായി അവർ കണ്ടത് മൂത്ത മകൻ മിഥുനെയാണ്. സഹപാഠികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും അയൽക്കാർക്കുമെല്ലാം വളരെ പ്രിയങ്കരനായ പൊന്നോമന. അവനാണ് ഇപ്പോൾ ജീവനറ്റ് ആ വീട്ടിലേക്ക് അവസാനമായി എത്തിയിരിക്കുന്നത്. ആ അമ്മയുടെ ദുഃഖം പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമാണ്. ആ അമ്മയുടെ വേദന തണുപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നത് സംശയമാണ്. ഒന്ന് ഉറക്കെ കരയാൻ പോലും അശക്തയായാണ് സുജ ആ വീട്ടിലേക്ക് അവസാനമായി വന്നു കയറുന്നത്. എല്ലാ പ്രതീക്ഷകളുമറ്റ ഒരു കുടുംബത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അധികൃതരുടെ അനാസ്ഥയിൽ ഒരു കുഞ്ഞു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. മിഥുനെ അറിയാവുന്നവർ മാത്രമല്ല ആ വീടിന് ചുറ്റും എത്തിയിരിക്കുന്നത്. മിഥുനെ അറിയാത്ത, വാർത്തകളിലൂടെ പ്രിയങ്കരനായ ആ പൊന്നുമോനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ആ ജനസാഗരം ആ ചെറിയ വീടിൻ്റെ 4 ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത്. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവൻ്റെ അന്ത്യയാത്രയ്ക്കായി അവിടെ ചിത ഒരുങ്ങിക്കഴിഞ്ഞു. ഉള്ളുവിലയ്ക്കുന്ന ദുഃഖം എല്ലാവരുടെയും ഉള്ളിൽ ഒരു തേങ്ങലായി നിലവിളിയായി നിലകൊള്ളുകയാണ്. ആ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും കഴിയുന്നില്ല. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ആ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അങ്ങേയറ്റം മരവിച്ച മനസ്സുമായി നിൽക്കുന്ന ഒരു ജനക്കൂട്ടം, ഒരു ജനസാഗരമാണ് അവിടെയുള്ളത്. എന്ത് പറഞ്ഞ് ആ അമ്മയെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇനി സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ്? 4 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അത് 4 മണിക്ക് തന്നെ നടക്കുമോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വൈകിയാൽ മാത്രം സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ കൊണ്ടുപോകും എന്നിവയായിരുന്നു നേരത്തെ ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അറിയിച്ചിരുന്നത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ മാറ്റങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്തായാലും നിലവിൽ 4 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്നത് പോലെ തന്നെ സംസ്കാര ചടങ്ങുകളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇവിടെയുള്ള പൊതുവെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധാരണയിലാണ് ഇവിടെ എല്ലാവരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾക്ക് 4 മണിക്ക് തുടക്കമാകും. 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അറിയിക്കുന്നത്. അമ്മ എത്തിയത് കൊണ്ട് തന്നെ ഇനി വേറെ നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ആലോചനയിലുണ്ട്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ ഒരു വശത്ത് പൂർത്തിയായിട്ടുണ്ട്. ഈ ചിതയൊരുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ അതിന്റെ വശത്തിലൊക്കെ എത്തിച്ചു. അതിന്റെ പകുതി ആയി നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കി 4 മണിക്ക് തന്നെ ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കാരം നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഈ വീടിന്റെ പുറത്ത് വലിയ ഇര കാണാൻ കഴിയും. ആളുകൾ ഇങ്ങനെ നിരയായി കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവർ വരി നിന്നാണ് ഇവിടെ ഇപ്പോൾ ഈ കുട്ടിയെ കാണാൻ അവസാനമായി മിഥുനെ ഒരുമിച്ച് കാണാൻ വേണ്ടി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രയധികം ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ആളുകൾ എത്ര നേരത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ 4 മണി സമയം കഴിഞ്ഞെത്തുന്നവർക്ക് ഒരു പക്ഷേ മിഥുനെ കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആലോചനയോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തയും ഉണ്ട്. അത് ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ ബാഹുല്യം അത്രയും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തിൽ ഈ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ആലോചിക്കുന്നത്. എന്തായാലും 4 മണി എന്നുള്ളതാണ് നിലവിലത്തെ ആലോചന. അത് ഈ ആളുകളുടെ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നെങ്കിൽ മാത്രമാണ് നിലവിൽ ഒരു ആലോചന. രാവിലെ തന്നെ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. കാരണം ഈ പൊതുദർശനം 12 മണിക്ക് പൂർത്തിയാക്കും. 10:30 പൊതുദർശനം ആരംഭിച്ച് 12 മണിക്ക് പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം. പക്ഷെ പിന്നീട് അത് നടപ്പിലാകാൻ സാധ്യതയുണ്ട്. കാരണം 10:10
മോർച്ചറിയിൽ നിലനിർത്താൻ മൃതദേഹം പിന്നീട് ഒരു 11:30 കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ മൃതദേഹം സ്കൂൾ വളപ്പിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ വെച്ച് പിന്നീട് പൊതുദർശനവും ഏതൊക്കെ വൈകി 12 മണി കഴിഞ്ഞ 1 മണിയൊക്കെ ആയതിനു ശേഷമാണ് കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് പൊതുദർശനം അവസാനിപ്പിച്ച് എത്താൻ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറപ്പെടാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും, അവിടെ എത്തിയിട്ടും മിസ്സിനെ കാണാൻ കഴിയാത്ത ഒട്ടനവധി ആളുകളുണ്ടായിരുന്നു. അവരും പലരും ഇവിടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയെങ്കിലും മൃതദേഹം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അവരൊക്കെ ചിന്തിക്കുന്നത്, അവരൊക്കെ ആലോചിക്കുന്നത്, അവരൊക്കെ ആഗ്രഹിക്കുന്നത്. പലരും ഇവിടെ നിന്ന് മടങ്ങുന്ന കണ്ണുകളിലൂടെയാണ് അത് വൈകാരികമായി ആളുകൾ ഇരിക്കുന്നത്. ചില കരയുന്നത് കാഴ്ചകൾ നമ്മൾ കണ്ട് കൊച്ചു കുട്ടികൾ പോലും ഇവിടെയുണ്ട്. അവർ ഫോണിൽ നിന്ന് ഇതിനെ കാണുന്ന സാഹചര്യമാണ്. അങ്ങനെ വലിയ വൈകാരികമായ ഒരു അവസ്ഥ, ഒരു വൈകാരികമായ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇതിന്റെ ഈ മരണവും ഈ സംഭവവും ഒക്കെ ഈ വരും ദിവസങ്ങളിൽ നമ്മുടെ സ്കൂളുകളുടെ പ്രവർത്തനവും അത് സംബന്ധിച്ചിട്ടുള്ള അവരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കുമൊക്കെ വലിയ രീതിയിൽ വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി സമാനമായ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നത് വരെ മാത്രമാണ് നിലവിൽ ഇത്തരം വലിയ തർക്കങ്ങളിലേക്കൊന്നും മാറി പോകാത്തത്. എന്തായാലും അത് പൂർത്തിയാകുന്നത് വീണ്ടും ഇതൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറുന്നതിനുള്ള കാര്യത്തിലും തർക്കമില്ല. കഴിഞ്ഞ ദിവസത്തിൽ മാനേജ്മെന്റിന്റെയൊക്കെ വീഴ്ചയൊക്കെ ചിന്തിക്കാത്ത വീണ്ടും കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്ന കണ്ടതാണ്. ഇത് നമ്മളോട് തന്നെ അവിടെ സ്കൂളിന്റെ അവിടെ വെച്ച് പുറത്ത് വെച്ച് നമ്മളോട് സംസാരിച്ച ചിലർ, അവിടെ ആ പ്രദേശവാസികളായ ചിലർ മാനേജ്മെന്റ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർത്തിയിരുന്നു. പ്രിൻസിപ്പളെ ബലിയാടാക്കി അതിനപ്പുറത്തേക്ക് ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാത്ത സാഹചര്യമൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് ശേഷം വീണ്ടും ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രിൻസിപ്പളിനെതിരെ മാത്രം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ചീഫ് ചർച്ചകളൊക്കെ ഉണ്ടായത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അതിലൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ സംവിധാനത്തിന്റെ പരാജയം കൊണ്ട് ഈ രീതിയിൽ ഇതിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്, അതെല്ലാവരും അംഗീകരിച്ചേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അവസാനിക്കുന്നത് അവനൊരു അവസാനമായ അവന്റെ അന്ത്യയാത്ര അത് ഏറ്റവും മര്യാദ നിറഞ്ഞ രീതിയിൽ ഏറ്റവും ആചാരപൂർവമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും അല്ലാതെ എല്ലാവരും ചേർന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മൾ കണ്ടതാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. പിന്നീട് ഈ പൊതുദർശനത്തിലൊക്കെ അവരെല്ലാവരും പങ്കെടുക്കുന്നത് എന്താണ് ഇപ്പോൾ CPM, കോൺഗ്രസ്, BJP എല്ലാ സംഘടനകളുടെയും ഇവിടുത്തെ നേതാക്കൾ അതിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരുമിച്ച് നിന്നാണ് എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ചേർന്നാണ് അവനൊരു അന്ത്യയാത്ര ഒരുക്കുന്നത്. അത് ഒരു പ്രായശ്ചിത്തം എന്ന് തന്നെ ആവർത്തിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. വന്ന വീഴ്ചകളുടെയൊക്കെ സർക്കാർ സംവിധാനങ്ങൾക്കാകട്ടെ മനുഷ്യർക്കാകട്ടെ ഉദ്യോഗസ്ഥർക്കാകട്ടെ അവർക്ക് വന്ന വീഴ്ചകൾക്കുള്ള ഒരു പ്രായശ്ചിത്തം എന്ന നിലയിൽ വേണം ഇപ്പോൾ ഈ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ എല്ലാ വിവിധ വകുപ്പുകളുടെയും പോലീസിന്റെയും ഒക്കെ വലിയ ഇടപെടലും സഹകരണവും ഒക്കെ ഉണ്ടാകുന്നത്. അമ്മ എത്തുമ്പോൾ സാധാരണക്കാരിയായ സ്ത്രീയാണ്. അവർക്ക് സാധാരണഗതിയിൽ അവർ എയർപോർട്ടിൽ നിന്ന് വരണമെങ്കിൽ എടുക്കുന്ന സമയത്തിനേക്കാളും ഇവിടെ എത്താൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേക എസ്കോർട്ടൊക്കെ ഒരുക്കിയ സാഹചര്യമുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു പ്രായശ്ചിത്തമാണ്. ഒരു സ്റ്റേറ്റ്, ഒരു സിസ്റ്റം അതിന്റെ പാളിച്ചകൾ കൊണ്ട് ഇല്ലാതായിരിക്കും ജീവൻ. അപ്പോൾ ഇനി അതിന് കുറച്ച് പണം നൽകിയത് കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളോ അല്ല, അതിനപ്പുറത്തേക്ക് ഒരു സംവിധാനത്തിന്റെ ഒരു പൊളിച്ചുപണി ഇതിലൂടെ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. ഈ ഒരു സ്കൂളിലും ഒരു കുട്ടിക്കും ഇത്തരം ഇത് കയറ്റി ഒരവസ്ഥ ഉണ്ടാകരുത്. കാരണം രക്ഷിതാക്കൾ കുട്ടികൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു സ്ഥലമാണ് സ്കൂളുകൾ. ആ സ്കൂളുകളിൽ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അവരുടെ ജീവനെ ഹാനികരമാകുന്ന അല്ലെങ്കിൽ അവരെ ജീവനെ ബാധിക്കുന്ന ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാകരുത് എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ വരും ദിവസങ്ങളിൽ കഴിയണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയൊരു രക്തസാക്ഷി ഇനിയൊരു കാര്യത്തിൽ ഉണ്ടാവരുത്. അതും കോടതികളുടെ വീഴ്ചയാണെങ്കിലും ശരി, അധികൃതരുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആണെങ്കിലും ശരി, ഏത് സംവിധാനത്തിന്റെ ആണെങ്കിലും ശരി, സിസ്റ്റത്തിന്റെ തകരാറാണ് ഉണ്ടായിട്ടുള്ളത്. ആ സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതും എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴെന്തായാലും ഏറ്റവും ആദരവ് നിറഞ്ഞ രീതിയിൽ ഇതിന്റെ അന്ത്യയാത്ര പൂർണ്ണമാകുകയാണ്. ഇന്ന് വീട്ടിൽ 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നു. അതിനുശേഷം ചിരയിൽ വെക്കുന്നതോടുകൂടി 13 വയസ്സിൽ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഒരുപാട് ശിക്ഷകളും ചികിത്സകളും ഒക്കെ ഉണ്ടായിരുന്നു. രക്ഷിതാക്കൾക്ക് എപ്പോഴും പറയാൻ ഇവിടെ നമ്മൾ ചികിത്സകൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിലൊരു ഫുട്ബോൾ താരമെന്ന നിലയിൽ അതായത് കായിക ഇനത്തിൽ എങ്ങനെയായിരുന്നു ആ കുട്ടി എന്നുള്ളത്, അതുപോലെ NCCയിലെ അതേ കുട്ടിയുടെ പങ്കാളിത്തം, ഒപ്പം നാളെ ഒരു സൈനികനായി മാറണം, രാജ്യത്തെ സേവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ളൊരു കുഞ്ഞ് NCCയിലൂടെ ഒരു ദേശത്തേക്കുമൊക്കെ വലിയ ഇന്ത്യൻ മനസ്സിലേക്ക് കടന്നു വന്നൊരു കുഞ്ഞ്. അപ്പോൾ അത്തരം ഒരു ഭാവി വാഗ്ദാനമായി കാണാവുന്ന ഈ പറയുന്ന രക്ഷിതാക്കളുടെ വലിയ
പ്രതീക്ഷയായിരുന്ന ഒരു കുഞ്ഞാണ് ഈ ഒരു ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത് ഒരു പ്രജിത്ത്, ഞാൻ വരാം. ഇപ്പോൾ മനോജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, നമുക്ക് മനസ്സിലാകുന്നത് ആ വീടിന് ചുറ്റും ഒരുപാട് ആളുകൾ, വലിയ ജനസാഗരം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർക്കൊക്കെയും മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഉണ്ടാകുമോ? അവനെ അറിയാവുന്നവരല്ല ഭൂരിഭാഗവും അവിടെ കൂടിയിരിക്കുന്നത്. അവൻ്റെ ദുര്യോഗമറിഞ്ഞ് ആ കുടുംബത്തിൻ്റെ ദുഃഖം അനുഭവിച്ചറിഞ്ഞ് ആ വേദനയിൽ പങ്കാളികളാകാൻ വേണ്ടി എത്തിയിരിക്കുന്ന ജനക്കൂട്ടമാണ് ആ കൊച്ചു വീടിന് ചുറ്റുമുള്ളത്. ഇവർക്കൊക്കെ അവസാനമായി മിഥുനെ ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാകുമോ? എങ്ങനെയാണ് അവിടെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്? വളരെ വലിയ ജനക്കൂട്ടം തന്നെയാണ് ഈ വീടിന് സമീപത്തും എത്തിയിട്ടുണ്ട്. അതായത് അവസാനമായി ഒരു നോക്ക് കാണുവാൻ, മിഥുൻ്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള മുഖം ഒരു നോക്ക് കാണുവാൻ വേണ്ടി ജനങ്ങൾ അങ്ങനെ ഒഴുകിയെത്തുകയാണ്. സ്കൂളിലും ഇത് തന്നെയാണ് അനുഭവപ്പെട്ടത്. പൊതുദർശനത്തിന് ആയിരങ്ങൾ അങ്ങോട്ടേക്ക് എത്തി ആ അശ്രുപുഷ്പങ്ങൾ മിഥുന് മുന്നിൽ അർപ്പിച്ചു. അവർ ഓരോരുത്തരും ആ കണ്ണീരോടുകൂടി അവിടെ നിന്നും മടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അവരിൽ കൂടുതൽ പേര് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ കൂടെ പങ്കെടുക്കുവാനായി അവരൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിഥുനെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പേർ, അതായത് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവമുണ്ടായി ആ വിവരമറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങോട്ടേക്ക് എത്തിയ നിരവധി പേരുണ്ട്. അവരൊക്കെ തന്നെ എല്ലാവരുടെയും കണ്ണുകളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഒരു 13 വയസ്സുകാരൻ്റെ വിടവാങ്ങൽ, അത് ഒരു സംവിധാനത്തിൻ്റെ തന്നെ അനാസ്ഥയാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൊക്കെ വലിയ പ്രതിഷേധകരമായിട്ടുള്ള ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പിന്നാലെയാണ് ഇന്ന് ഈ സംസ്കാര ചടങ്ങിലേക്ക് വേണ്ടി മറ്റ് രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും ഈ വീടിന് ചുറ്റും നമ്മൾ കാണുന്നത് ഇവിടേക്ക് എത്തിയിട്ടുള്ള ജനക്കൂട്ടത്തെയാണ്. കുഞ്ഞു വീടാണ് മിഥുൻ്റേത്. ആ കുഞ്ഞു വീട്ടിൽ സന്തോഷത്തോടെ കുടുംബവുമായി കഴിഞ്ഞു പോന്നിരുന്ന മിഥുൻ അതോടൊപ്പം വളരെയധികം പ്രതീക്ഷയോടുകൂടി സ്കൂളിലേക്ക് പഠനവും അതോടൊപ്പം തന്നെ കായിക രംഗത്തുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച NCC കേഡറ്റായിരുന്ന മിഥുൻ്റെ ആ ഒരു വിയോഗം, അത് സ്കൂളിലെ സഹപാഠികൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ ഒട്ടും അംഗീകരിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം വരെ ബെഞ്ചിലിരുന്ന് പഠിച്ച കുട്ടി ഇന്ന് ചേതനയേറ്റ ശരീരമായി ഈ സ്കൂൾ മുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആ ഓരോ സഹപാഠികൾക്കും അവർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആ അധികാരികളായിരുന്നു. ഇതൊക്കെ കൃത്യമായും പരിശോധന നടത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരൊക്കെയും ഓരോ തവണയും പറയുന്നത്. കാരണം ഒരു കുട്ടിയുടെ ജീവന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈ ഭാവിയിൽ ഈ നാടിൻ്റെ പ്രതീക്ഷയാകുന്ന ഒരു കുട്ടിയാണ്, ഒരു 13 വയസ്സുകാരനാണ് ഇത്തരം അധികൃതരുടെ അനാസ്ഥയിൽ 13 വയസ്സുകാരൻ്റെയാണ് ജീവൻ പൊലിഞ്ഞത്. എന്തായാലും ആ വീട്ടിൽ അമ്മയെ കാത്തു നിൽക്കുകയായിരുന്നു. ഇത്രയും ദിവസമായി ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അമ്മയെ വീട്ടുകാരെല്ലാം ബന്ധപ്പെടുകയായിരുന്നു ഈ ഫോണിലൂടെയൊക്കെ. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ കിട്ടിയില്ല. പിന്നീടാണ് ഈ വിവരം അറിയിക്കാൻ സാധിച്ചത്. ഇന്ന് രാവിലെ തന്നെ അമ്മ ഈ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. അവിടേക്ക് എത്തിയപ്പോൾ നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മക്കളും ചേർന്ന് അമ്മയെ സ്വീകരിക്കേണ്ട സ്ഥാനത്ത് ഒരാൾ മാത്രം, അതായത് അത്രയധികം സങ്കടത്തോടുകൂടി ആ ഹൃദയം വിങ്ങിപ്പൊട്ടിയാണ് അവിടെ നിന്നും എയർപോർട്ടിൽ നിന്നും വരെ അമ്മ വെളിയിലേക്ക് ഇറങ്ങിയത്. അവിടെ നിന്നും പോലീസിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഇത്രയധികം മണിക്കൂറുകൾ, ഈ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ഇത്രയധികം മണിക്കൂറുകൾ ആ അമ്മയുടെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിരിക്കണമെന്ന് നമുക്ക് സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം. അത് അമ്മയുടെ മാത്രം വേദനയില്ല, ഈ നാട്ടുകാരുടെയും ആ മിഥുനെ അറിയുന്നതും ഈ വിവരം അറിഞ്ഞവരുടെയും എല്ലാവരുടെയും വേദന തന്നെയാണ്. അവരോടൊപ്പം കുടുംബത്തോടൊപ്പം ഈ നാട്ടുകാരും എല്ലാ ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള ഈ ജനക്കൂട്ടം, അത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ വീടിന് മുന്നിലെ ഈ സങ്കടക്കാഴ്ച നമുക്ക് കാണാം. അവരൊക്കെ തന്നെ നിറകണ്ണുകളോടുകൂടി അവിടെ ഒന്നും ആർക്കും പറയുവാനില്ല എന്നുള്ളതാണ്. കാരണം ആരെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അമ്മയെ ഒരു കാര്യവും അമ്മയോട് എന്ത് പറയുമെന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് വീട്ടിലുണ്ടായിരുന്നവർ ആർക്കും ആശ്വസിപ്പിക്കാനാകുന്നില്ല. അമ്മയെ ഉള്ളുലഞ്ഞ്
മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന അമ്മയുടെ ആ ദുഃഖമാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്.